പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മുഖാമുഖം ശ്രദ്ധേയമാകുന്നു. ജനങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് മുഖാമുഖത്തിൽ തോമസ് ഐസക് നൽകുന്നത്. അടൂർ നിയോജക മണ്ഡലത്തിലെ മുഖാമുഖം പരിപാടിയിൽ നിന്നും സുജു ടി. ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതുവരെ 15 വർഷക്കാലമായിട്ട് ഒരു എം പി ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 വർഷക്കാലം വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. തുറന്നു പറയുന്നതിൽ ഒരു അഭിമാനക്കേടും എനിക്കില്ല. ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു. അപ്പോൾ 10 വർഷക്കാലം അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പോൾ 5 വർഷക്കാലം അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടില്ല. CPM-ലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സാറും അതുപോലെ ആയിരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. MPI വിജയിച്ച ശേഷം ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആലപ്പുഴയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി. പക്ഷെ 4 തവണ ഞാൻ ആലപ്പുഴ MLA ആയിരുന്നു. തുടങ്ങിയപ്പോൾ 9,000 വോട്ടായിരുന്നു. ഓരോ തവണ വോട്ട് കൂടിയതല്ലേ കുറഞ്ഞില്ല. 40,000-ലാണ് അവസാനിച്ചത് ഭൂരിപക്ഷം. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അവിടുത്തെ കുടുംബശ്രീ, അവിടുത്തെ പഞ്ചായത്തുകൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ. കേന്ദ്ര സർക്കാർ BPL കുടുംബങ്ങൾക്കുള്ളവർക്ക് 200 രൂപ പെൻഷനും തരാറുണ്ട്. അതും കൂടി ചേർത്താൽ നമ്മൾ 1,600 തന്നിരുന്നത്. ഇടയ്ക്ക് കേന്ദ്രം പറഞ്ഞു ഞങ്ങളുടെ പൈസ ഞങ്ങൾ കൊടുത്തോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബോർഡ് വെക്കണം. ഇപ്പം ലൈഫ് മിഷനിൽ അവർ 70,000 രൂപ തരുന്നുണ്ട്. PMAY നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കണേ. മോഡിയുടെ പണം വെച്ചില്ലെങ്കിൽ പണം തരൂലെന്ന് പറയണേ. മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്നും ഐസക് ഉറപ്പ് നൽകുന്നു. ജനങ്ങളോട് ആശയങ്ങൾ പങ്കിട്ടും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുമാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.